പ്രിയമുള്ളവരെ, ഈ വീഡിയോയിൽ കൂടെ ഞാൻ 2025 എന്ന പുതുവത്സര പിറവിക്ക് വേണ്ടി എന്നെ തന്നെ എപ്രകാരമാണ് ഒരുക്കുന്നത് എന്നതാണ് മുഖ്യ പ്രതിപാദ്യ വിഷയം. അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് സംബന്ധമായ ഏതാനും വാക്കുകൾ മാത്രം ഇവരോട് ചേർന്ന് ചിന്തിക്കുക, അത് പങ്കിടുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളിത് അല്പം ക്ഷമയോടെ കാണണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? ഇതും പുതുവത്സര പിറവിയുമായുള്ള ബന്ധമെന്താണ്? ഞാൻ പുതുവത്സരത്തിന് വേണ്ടി എന്നെ തന്നെ തയ്യാറാക്കുന്നത് പഴയ വർഷം, അതായത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിയാൻ പോകുന്ന വർഷം, ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ 2024, അതിൻ്റെ പലവിധമായ ഉച്ഛിഷ്ടങ്ങൾ നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ ബോധതലങ്ങളിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് അള്ളിപ്പിടിച്ച് കിടപ്പുണ്ട്. ഈ വിഴുപ്പ് ഭാണ്ഡവും ചുമന്നുകൊണ്ട് 2024 പ്രവേശിക്കുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമാന്യ ബുദ്ധി നമ്മെ അറിയിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിലെ ഉച്ഛിഷ്ടങ്ങൾ കുറഞ്ഞ പക്ഷം നമ്മുടെ ശരീരത്തിൽ നിന്നെങ്കിലും ഒന്ന് ഒഴിച്ചു മാറ്റിയിട്ട് ഒരു പുതുമയുടെ അവസ്ഥയിൽ 2025 കാല് കുത്തുന്നതാണ് ഉചിതം എന്നതാണ് എൻ്റെ ചിന്താഗതി. അപ്പോൾ 2024 ഉച്ഛിഷ്ടങ്ങൾ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിച്ച് കളയുക എന്നത് ആലോചിച്ചപ്പോൾ, ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ അനേക വർഷങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ഉദിച്ച, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഉദിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദിച്ച സംഭവം, യേശു ക്രിസ്തു ഒരു മനുഷ്യനോട്
അവൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പോയി ശിലോഹാം കുളത്തിൽ കുളിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കുളിച്ചു വന്നപ്പോൾ അവന് സൗഖ്യമുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശിലോഹാം കുളം ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് കുളിക്കേണ്ടത്? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എനിക്ക് മനസ്സിലായത്, അന്ന് ശിലോഹാം കുളത്തിൽ കുളിച്ചു. അതിന് പകരമായി ഇന്ന് ചെയ്യേണ്ടത് ഓരോ വ്യക്തിയും അവൻ്റേതായ വിയർപ്പിൽ കുളിക്കുക എന്നതാണ്. ഇപ്രകാരം വിയർപ്പിൽ കുളിച്ചാൽ മിക്കവാറും എല്ലാ രോഗങ്ങളും വിട്ടുകിട്ടും, നിങ്ങളുടെ ശരീരം ശുദ്ധമാകും. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ മനസ്സും ശുദ്ധമാകും. ഞാൻ സത്യമായി നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ള അനേക വീഡിയോകളുടെ ഉള്ളടക്കം ഞാനിങ്ങനെ എല്ലാ ദിവസവും വ്യായാമം ചെയ്ത് ശരീരം മഴ പോലെ വിയർക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങൾ അതൊന്ന്. 2, രാത്രിയാമങ്ങളിൽ ചിന്തിച്ച് ഉറക്കം പ്രാപിക്കുമ്പോൾ അതിരാവിലെ ഉണരുന്നത് വലിയ വലിയ ആശയങ്ങളുടെ പിറവി ഉള്ളിൽ സൂര്യോദയം പോലെ സംഭവിക്കുന്നത് കൊണ്ട് ഈ 2 സ്രോതസ്സുകളിൽ നിന്നാണ് ഞാൻ പ്രധാനമായും ആശയങ്ങൾ കൂടുതൽ പ്രാപിക്കുന്നത് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ 2025 കാലുകുത്തി പ്രവേശിക്കാൻ പോവുകയാണ്. വലതുകാലാണോ ഇടതുകാലാണോ കുത്തേണ്ടത് എന്ന് ഞാൻ ഇന്ന് വരെയും തീരുമാനിച്ചിട്ടില്ല. അത് പോട്ടെ, അത് പ്രശ്നമല്ല. എന്നാൽ അത് അനുഗ്രഹത്തിൻ്റെ അവസ്ഥയായി തീരണമെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുവാൻ തക്കതായ എന്തെങ്കിലും ഒരഭ്യാസം നടത്തിയേ മതിയാകുകയുള്ളൂ. എൻ്റെ ബുദ്ധിയിൽ ഇത് മാത്രമാണ് പ്രേരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു അനുഭവത്തെ ഉദാഹരണമാക്കി ചിന്തിക്കുകയും കഴിയുമെങ്കിൽ, പ്രായം എന്തായാലും പ്രശ്നമല്ല, ഇപ്രകാരം ഒരു ആത്മീയ സ്നാനം, കുളി, അതായത് ശിലോഹാം കുളത്തിൽ പോയി മുങ്ങി കുളിക്കുന്നതിന് പകരം സ്വന്തം ശരീരം ഒരു ശിലോഹാം കുളമാക്കി അത് നന്നേ വിയർത്ത്, ആ വിയർപ്പിന് ശേഷം ശരീരം പ്രാപിക്കുന്ന ഒരു നൂതനമായ, നിഷ്കളങ്കമായ, പരിശുദ്ധമായ ഒരു അതിൽ കൂടെ മനസ്സനുഭവിക്കുന്ന സന്തോഷം, ഒരു ശാലീനത, ഇവയൊക്കെയും 2025 വേണ്ടതുപോലെ സ്വീകരിപ്പാനും പ്രയോജനപ്പെടുത്തുവാനും നമ്മെ സഹായിക്കും എന്നതാണ് എനിക്ക് ഏവരോടും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 2025 അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമായി തീരത്തക്കവണ്ണം നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ക്രമീകരിക്കുവാൻ കൂട്ടാക്കുമെങ്കിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകും. അതിനു പകരം മനുഷ്യനെ കളിപ്പിക്കാൻ മാത്രം അറിയാവുന്ന പ്രവാചകന്മാരെന്നും അല്ലെങ്കിൽ കീചകന്മാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കാട്ടുകള്ളന്മാരുടെ പുറകെ പോകാതെ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സാധ്യതകളുടെ പൂർണ്ണത അതിൻ്റെ പരിശുദ്ധിയിൽ പ്രാപിക്കുകയും നിലനിർത്തുകയും ചെയ്താൽ വലിയ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളുടെ ഉടമയായി തീരും എന്ന സാക്ഷ്യം മാത്രമേ അവർക്ക് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ 2024 വിട പറയുന്നു. നമുക്ക് 2025 വീണ്ടും കാണാം.